നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മെസ്സി മാജിക് തുടരുകയാണ്. ബ്രേസ് അടിയോട് ബ്രേസ് അടി. വീണ്ടും മെസ്സി ബ്രേസ് അടിച്ചിരിക്കുന്നു. MLS 2-1 ഇന്റർ മയാമി നാഷണൽ FC പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതിലൊരു ഗോൾ കിടിലൻ ഫ്രീ കിക്ക് ഗോളാണ്. മറ്റൊന്ന് ഗോൾ കീപ്പർ മിസ്റ്റേക്ക്. മെസ്സി അത് എടുക്കുന്നു, ഗോൾ കീപ്പറെ മറികടക്കുന്നു, മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് കിടിലൻ ഗോളുകൾ ലിയോ മെസ്സി നേടുന്നു. മറുഭാഗത്ത് മുക്താറിലൂടെ ഒരു ഗോള് മടക്കിയടിച്ചു നാഷ്വില്ലെങ്കിലും കളി അവർക്ക് തിരികെ പിടിക്കാനാവുമായിരുന്നില്ല. ഇന്റർ മയാമിക്ക് വേണ്ടി ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതിയിൽ 17ാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ പിറക്കുന്നത്. മനോഹരമായ ഒരു ഷോട്ടിലൂടെ ബോട്ടം കോർണറിലേക്ക് അദ്ദേഹം പന്തെത്തിക്കുകയായിരുന്നു. 17ാമത്തെ മിനിറ്റിൽ ആ ഗോളിന് ഇന്റർ മയാമി മുന്നിലെത്തിയതാണ്. എന്നാൽ 49ാമത്തെ മിനിറ്റിൽ ഗോള് മടക്കിയടിച്ചു നാഷ്വിൽ FC. അവർക്ക് വേണ്ടി ആ ഗോൾ മടക്കിയത് ഹാനി മുക്താർ ആയിരുന്നു. എന്നാൽ മെസ്സിയുടെ അടുത്ത ഗോൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 62ാമത്തെ മിനിറ്റിൽ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക്. ഗോൾ കീപ്പർ ആ പന്ത് ചെസ്റ്റിലൊക്കെ എടുത്ത് അങ്ങനെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ അത് കൃത്യമായി മെസ്സിക്ക് ഒരു പാസ് പോലെയായി പോയി. ഗോൾ കീപ്പറായി മറികടന്നുകൊണ്ട് അദ്ദേഹം മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്തു. 2-1 വിജയം ഇന്റർ മയാമിക്ക് ലിയോ മെസ്സി സമ്മാനിക്കുകയും ചെയ്തു. MLS മയാമി പതിയെ മുന്നോട്ട് കയറുകയാണ്. ക്ലബ് വേൾഡ് കപ്പിന് പോയപ്പോൾ അവരുടെ കളികളുടെ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ പതിയെ പോയിന്റുകൾ പിടിച്ചുകൊണ്ട് അവർ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. 19 കളികളിൽ നിന്ന് 38 പോയിന്റുള്ള അവർ 5ാം സ്ഥാനത്താണ്. 22 കളികളുള്ള ഫിലാഡൽഫിയ 43 പോയിന്റുമായിട്ട് നിൽക്കുമ്പോൾ ഇനി 3 കളികൾ അവിടെ കുറച്ചേ മെസ്സിയുടെ ടീം കളിച്ചിട്ടുള്ളൂ. 1ാം സ്ഥാനം തിരികെ പിടിക്കുക എന്നുള്ളത് ഈസ്റ്റേൺ കോൺഫറൻസിൽ മെസ്സിയുടെ ടീമിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.